നമുക്കിന്ന് വെണ്ണ ബട്ടർ കൊണ്ട് ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കിയാലോ? നല്ല സോഫ്റ്റ് ആയിട്ടും ചുമ്മാ ഇരുന്ന് ചായയുടെ കൂടെ കഴിക്കാനും പറ്റുന്നത്. അപ്പൊ സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. നമുക്ക് ഈ റെസിപ്പി കൊണ്ട് ഒരു 65 കുഞ്ഞു കുക്കീസ് ആണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റേ. അതിനു വേണ്ടി ഒരു 450 ഗ്രാം ബട്ടർ, സോഫ്റ്റ് ബട്ടർ ആയിരിക്കണം. അതിന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക, ഒരു ബോളിലേക്ക് ഇടാം. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 250 ഗ്രാം പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ചേർത്ത് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യാം. ഒന്ന് ഉടച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഹീറ്റർ വെച്ചിട്ട് ഒന്നങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യാം. എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 3 മുട്ടയുടെ ഉണ്ണി മാത്രം ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ചേർക്കാം. 3 ടേബിൾ സ്പൂൺ ക്രീം, ഇതും ചേർത്ത് നന്നായിട്ടാണ് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് വീണ്ടും ആ ബീറ്റർ വെച്ച് ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്തെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്യാം. ഇടയ്ക്ക് സൈഡിൽ നിന്നുള്ളതെല്ലാം സെൻറ്ററിലേക്ക് മാറ്റാം. ഒരു ബോളിലേക്ക് 500 ഗ്രാം മൈദ, പിന്നെ 64 ഗ്രാം കോൺസ്റ്റാർച്ച്, അത് രണ്ടും അങ്ങോട്ട് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മിക്സിലേക്ക് അരിച്ചങ്ങോട്ട് ചേർക്കാം. അത് ബാച്ച് ബൈ ബാച്ച് ആയിട്ട് ചേർത്ത് അത് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഇതേപോലെ നമുക്ക് ഇതേപോലെ ഒരു നല്ല ഡോ കിട്ടും. അപ്പോൾ നമ്മുടെ ഓവൻ 350 ഡിഗ്രി ഫാരനൈറ്റിൽ ചൂടാക്കാം. അത് കഴിഞ്ഞാൽ ഒരു 30-35 ഗ്രാം വെയിറ്റിലുള്ള ബോളുകൾ ഉണ്ടാക്കാം. ഇതേപോലെ ബോൾ പിടിക്കാം, നല്ല റൗണ്ട് ബോളുകൾ ഇതേപോലെ ലൈറ്റായിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. അധികം ഹാർഡായിട്ട് പ്രസ് ചെയ്യാതെ ലൈറ്റായിട്ട്. അത് കഴിഞ്ഞാൽ പാർച്ച്മെൻറ്റ് പേപ്പർ ലൈൻ ചെയ്ത് ട്രേയിലേക്ക് വയ്ക്കാം. അത് കഴിഞ്ഞാൽ ഓവനിൽ വെച്ച് ഒരു 15 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. ചിലപ്പോൾ ഒരു ഇച്ചിരി വ്യത്യാസം വരും കേട്ടോ, നിങ്ങളുടെ ഓവൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. അപ്പം നോക്കാം. അത് കഴിഞ്ഞാൽ സാധനം ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തെടുക്കുക. നന്നായിട്ട് അത് തണുക്കട്ടെ. എൻ്റെ അടിഭാഗം നോക്കി അത്യാവശ്യം നല്ല ക്രിസ്പും മോൾ ഭാഗം നല്ല സോഫ്റ്റ്. ചൂടുള്ള ചായയുടെ കൂടെ ബിസ്ക്കറ്റ് അങ്ങോട്ട് കഴിച്ചേക്കാം, അതും ബട്ടർ കുക്കീസ്. ഇപ്പൊ നമ്മുടെ ബട്ടർ കുക്കീസ് റെഡിയായി. ഇനി എന്ത് ചെയ്യട്ടെ? ഇങ്ങനെ ആസ്വദിച്ചൊന്നും നിന്നേക്കണം. Okay, bye. ഇതോ നോക്കണേ, ഈ റെസിപ്പിയും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.